बोलो भारत माता की जय। बोलो भारत माता की जय। भारत माता की जय। जय जय बीजेपी जय जय बीजेपी। स्वागतम सुस्वागतम स्वागतम सुस्वागतम. നഗരത്തിന്റെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെന്ന് മാത്രമല്ല, അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്തെ മേയറും കൂട്ടരും എന്നുള്ളത് നഗരവാസികൾ രാഷ്ട്രീയ ഭേദമന്യേ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി വാർഡിലെ ഏകദേശം സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് സഹായകരമാകുന്ന രീതിയിൽ വാർഡിലെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെ ചെന്ന് കണ്ടിട്ട് ഏതെങ്കിലും അവസരമായിട്ടോ ജനങ്ങൾ കണ്ടാൽ അവർക്ക് ഞങ്ങൾ സാമ്പത്തികമായി പലരെയും ചെന്ന് കണ്ട് ഒരു തുകയായി ഞങ്ങൾ അവർക്കും കൊടുക്കാറുണ്ട്. ഞാൻ പറയാതെ തന്നെ ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം. ഒപ്പം തന്നെ ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ ഇവിടെ ഈ കുളത്തിന് തൊട്ട് സൈഡിലായിട്ട് തേക്കുവാൻ നിവർത്തിയില്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം വേസ്റ്റ് ബോർഡുകളും അതുപോലെ തന്നെ ബീഞ്ഞപ്പെട്ടിയൊക്കെ പറക്കി വെച്ച് അദ്ദേഹത്തിന് ഉപജീവനം നടത്തുന്നതിലേക്ക് വേണ്ടി ആ ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ആ ഒരു ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞു, അനി എന്തെങ്കിലും ഒരു സഹായം ചേട്ടന് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 22,000 രൂപ സാമ്പത്തികം കണ്ടെത്തി അദ്ദേഹത്തിന് ഒരു വണ്ടി, സ്വന്തമായ ഒരു വണ്ടി, 4 വീലുള്ള ഒരു വണ്ടി നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് നന്ദൻകോട് ജംഗ്ഷനിൽ ഇരിക്കുവാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കി കൊടുത്തു. ഞങ്ങൾക്ക് ഭരണമില്ല, കൗൺസിലറില്ല, ഒരു ഇതുമില്ല, എങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ആ 1.5 കോടി അനുവദിച്ചതിന് ശേഷം എൻ്റെ അവിടുത്തെ കുളം പരിപൂർണമായും പണി പൂർത്തിയാക്കി അത് വളരെ ആൾക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നടപ്പാതെയൊക്കെ എനിക്ക് തീർക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഈ കുളത്തിൻ്റെ അവസ്ഥ നോക്കും. 1.5 കോടി രൂപ അനുവദിച്ചിട്ടും യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കാതിരിക്കുകയും കുറേ കാലങ്ങൾക്ക് ശേഷം എന്തൊക്കെ പണികളിവിടെ നടക്കുന്നത് കാണാൻ സാധിച്ചു. തുടർന്ന് കഴിഞ്ഞ ഒരു കൗൺസിൽ ഈ പുതിയ ഭരണസമിതി വന്ന ശേഷം വീണ്ടും ഒരു 1.5 കോടി, ഏകദേശം 4 കോടിയോളം രൂപ നഗരസഭാ ഫണ്ടിൽ നിന്നും ഇവിടെ ഈ കുളത്തിൻ്റെ നവീകരണത്തിന് നൽകിയതായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും കോടി രൂപ അനുവദിച്ചിട്ടും എന്തുകൊണ്ട് ഈ കുളത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നില്ല, അല്ലെങ്കിൽ കുളത്തിൻ്റെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു ആർക്കും തന്നെ അതിൽ സംശയം ഉളവാക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ, PTP വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് BG ഗിരികുമാർ, അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു കുളമുണ്ട്. അത് നീന്തൽ കുളമാണ്. അവിടെ ഒരു CPIയുടെ നേതാവ് എന്ന് പറയാൻ പറ്റത്തില്ല, കോൺഗ്രസിൽ നിന്ന് വന്നു കയറിയ ഒരു CPIക്കാരൻ ആ കുളത്തിൻ്റെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന കുളത്തിനെ ആ വ്യക്തിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആ കുളത്തെ പൂട്ടുകയുണ്ടായി. സർക്കാരിന്റെയും ഇടത് വലത് കക്ഷികളുടെ വികസന കാഴ്ചപ്പാട് എത്ര വികലമാണ് എന്നതിന്റെ നേർചിത്രം ആധികാരികമായി ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷേ നന്ദൻകോട് നിവാസികൾ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ പണം നിങ്ങൾ വിനിയോഗിച്ചത് ഇവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയോ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ മാത്രം ആവശ്യമല്ല.